പത്രം തുറന്നാ മന്ത്രിമാര് 10 ലക്ഷം പൊട്ടിച്ചു 50 ലക്ഷം പൊട്ടിച്ചു എന്ന് മാത്രമേ കാണാനുള്ളൂ. അവരൊന്നും ആരും സസ്പെൻഡ് ചെയ്യുന്നില്ല, എൻക്വയറി നടത്തണില്ല. പാവപ്പെട്ട ഈ അത്തപ്പാടി ജോണിക്കുട്ടി ലീക്കായ ഒരു ബാറ്ററി എടുത്ത് വിറ്റപ്പോ അത് മോഷണമായി, എൻക്വയറി ആയി, സസ്പെൻഷനായി. ഭരണം ഒന്ന് മാറട്ടെ. എന്നെ സസ്പെൻഡ് ചെയ്ത എല്ലാത്തിനും ഞാൻ അട്ടപ്പാടിയിലേക്ക് കട്ടും. ഇത്തിരി കറിയും കൂടി ഇങ്ങ് ഒഴിച്ചേടി. നിന്റെ വറുത്തരച്ച കറിയുടെ ക്വാളിറ്റി ഒന്നും ഇല്ലട്ടാ ഈ ചാറിന്. സസ്പെൻഷനിൽ നിൽക്കണ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർക്ക് ഇത്രയൊക്കെ മതി എന്നായിരിക്കുമല്ലേ? നീ പറഞ്ഞില്ലേ ഞാൻ മദ്യപിച്ച് മതോന്മത്തനായിട്ട് നടക്കുകയാണെന്ന്? 3 ദിവസം ഞാൻ മദ്യപിച്ചിട്ട് 3 days. എന്റെ ഓർമ്മയിൽ ഞാൻ 3 ദിവസം കഴിക്കാതിരുന്നത് പണ്ട് എനിക്കും മുണ്ടുനീര് വന്ന് കിടന്നപ്പോഴാ. എന്റെ വിഷമം ആര് കാണാനാ? നീയും എന്നെ മനസ്സിലാക്കണ്ട. നിങ്ങൾ വേഷം കെട്ടി മതിയൊക്കെ ചോറ് എന്നിട്ട് പോവാൻ നോക്കി. എന്റെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ ഞാനിങ്ങനെ സസ്പെൻഷനിൽ നിൽക്കേണ്ടവനല്ല. അല്ലെങ്കിൽ തന്നെ സസ്പെൻഷനിൽ ഇന്നൊരു നാളെ പോവും. പക്ഷെ മനുഷ്യന്മാരെന്നും മനുഷ്യന്മാരായിരിക്കണം. മനുഷ്യന്മാരെ മനസ്സിലാക്കണം. എന്റെ ജോണി ചായ, നിങ്ങളൊന്ന് വേഗം കഴിച്ചേ. പപ്പയൊന്നും കഴിച്ചിട്ടില്ല. ഷേളി പോയി പപ്പയെ വിളിക്ക്. ഞാൻ വേഗം തിന്ന് തൊണ്ടേ കുരുങ്ങി ചത്ത. നിനക്ക് വേറെ കെട്ടാനല്ലേ, ഞാൻ പതുക്കെ തിന്നുള്ളൂ. കഴിക്കാൻ വാ. നിങ്ങൾ കഴിച്ചോ, ഞാൻ വന്നോളാം. പപ്പ വന്നിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. പപ്പ പറഞ്ഞേക്ക്, മക്കൾ കഴിച്ചോ. പപ്പ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. മോളിങ് വന്നേ. ഈ ലിസമോക്ക് പപ്പയുടെ വെറുപ്പായിരുന്നു. എന്നാ പപ്പ ഇത്? പപ്പയുടെ ഭാഗത്തും കുഴപ്പങ്ങളുണ്ട്. മോഹം ഡോക്ടറാക്കാനുള്ള മോഹം മനസ്സിൽ വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി കഷ്ടപ്പെടുത്തി. വെളുപ്പാൻ കാലത്ത് വിളിച്ചുകൊണ്ട് പഠിപ്പിച്ച് മാർക്ക് കുറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞു. എല്ലാത്തിനും കാരണക്കാരത്തി ഇവളാ ലിലിക്കുട്ടി, നിങ്ങളുടെ അമ്മ. നടപ്പിലാക്കാൻ റാണിയില്ലാത്ത മോഹങ്ങൾ തന്നിട്ട് അവളങ്ങ് പോയി. നീന്തലറിയാത്തവൻ നടുക്കടലിൽ പെട്ടതുപോലെ ഞാനിവിടെ കിടന്ന് മരണോപാളം കാണിക്കുക. അവൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. നീയും ട്രീസയും കുഞ്ഞുനാളിലെ പഠിക്കാൻ വണ്ടികളായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പപ്പക്ക് മോഹഭംഗമില്ല. പക്ഷെ സമ്മതമല്ല. അവള് പപ്പയെ കൊതിപ്പിച്ചു, വെച്ചുനേറ്റ് പിൻവലിച്ച് ചതിച്ചു. പപ്പ എന്നാ ഇത്? അപ്പുറത്തെ ചോണിച്ചായനൊന്നും അറിഞ്ഞിട്ടില്ല. ലിസമ്മ എന്തെന്ന് ചോദിച്ചപ്പോ ഞങ്ങള് ദേവകാന്റിയുടെ വീട്ടിൽ പോയേക്കോന്നാ പറഞ്ഞേക്കുന്നെ. മക്കൾ പോയി കഴിച്ചോ, പപ്പ വന്നോളാം.